السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ സൂറത്ത് അഹ്സാബിലെ ആദ്യത്തെ 3 ആയത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു ചില സംഗതികളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്ന്, സംശയമുണ്ടെങ്കിൽ ജൂതന്മാരോട് ചോദിച്ചു നോക്കൂ എന്നാണ് മക്കയിൽ അള്ളാഹു പറഞ്ഞത്. ജൂതന്മാരാണ് മുഹമ്മദ് പ്രവാചകനാണെന്ന് ഇതിന് സാക്ഷ്യം പറയേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞു. ആ ജൂതന്മാരെ അനുസരിക്കരുതെന്നാണ് മദീനയിൽ ദൈവം പറയുന്നത്. എത്ര വിചിത്രമാണ് ജബ്ബാറിൻ്റെ യുക്തിവാദം എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കേവലം യുക്തിയില്ലാത്ത യുക്തിവാദിയാണ് ജബ്ബാർ എന്നതാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. ജബ്ബാർ ചരിത്രം അംഗീകരിക്കാൻ തയ്യാറല്ല. ഭാഷയിലെ ഒരു പ്രയോഗത്തെ അത് ഏതർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുത്തൻ, അതാണ് ജബ്ബാർ. ജബ്ബാർ ഉദ്ദേശിക്കുന്നത് സൂറത്ത് യൂനുസ്, അതായത് ഖുർആനിലെ 10-ാമത്തെ അധ്യായം, സൂറത്ത് യൂനുസിലെ 94-ാമത്തെ ആയത്താണ്. അതിൽ പറയുന്നത് ഫൈൻ കുന്ത ഫീ ഷക്കിം മിമ്മാ അൻസൽനാ ഇലൈക്, നാം നിനക്ക് അവതരിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് നിനക്ക് സംശയമുണ്ടെങ്കിൽ, നീ സംശയത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വസ്സലില്ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്, നിൻ്റെ മുമ്പ് വേദം വായിച്ചിരുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ എന്നാണ്. ഖുർആന് ഈ സംഗതി എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരത്തെ ഇസ്രായേലികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഫലസ്തീനിൽ അധിവാസം ഉറപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് ഫൈൻ കുന്ത ഫീ ഷക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക്, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് നിനക്ക് സംശയമുണ്ടെങ്കിൽ ഫസ്സലില്ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക് എന്നാണ്. നിനക്ക് മുമ്പ് വേദം വായിച്ചിരുന്ന ആളുകളോട് ചോദിച്ചു നോക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നതിനുള്ള സംശയമാണോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട കാര്യമാണോ? ഇവിടെ ജബ്ബാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ജൂതന്മാരാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഇസ്രായേലികൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം അവർക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈജിപ്തിൽ നിന്ന് അടിമത്വമോചനം നൽകി അവരെ മൂസാ അലൈഹി സ്വലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെയും നേതൃത്വത്തിൽ ആനയിച്ചത് മുതൽക്ക് ഇങ്ങോട്ട് അവർക്ക് നൽകിയിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ വേദങ്ങളിൽ തന്നെയുണ്ട് എങ്കിൽ അവർക്കതറിയാം എന്നതാണ് ഇതിലെ പരാമർശം. ഇനി ചോദിച്ചു നോക്കുക എന്നത് സാധാരണ മലയാള ഭാഷയിൽ പോലും ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ചിലത് വിവരമില്ലെങ്കിൽ ചോദിച്ചു നോക്കാൻ പറയാറുണ്ട്. എന്നാൽ അതേ പ്രയോഗം തന്നെ ഒരു സംഗതിയെ തറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്? ഇതിലൊരു സംശയവുമില്ല, ഇത് ദൃഢബോധ്യമുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സത്യസന്ധമായിട്ടുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കാനാണ് അങ്ങനെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെയും ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുന്നത് വേദക്കാരോട് ചോദിക്കാനുള്ള ഈ കാര്യം പൂർണ്ണമായി സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല യഥാർത്ഥത്തിൽ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. നബിക്കതിലൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് വായിക്കുന്ന പാരായണം ചെയ്യുന്ന
ശ്രോതാക്കളെ സംബന്ധിച്ചും പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്ക് വല്ല സംശയമുണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയും സംശയമുണ്ട് എന്ന അർത്ഥത്തിലല്ല, ഇത് പൂർണ്ണമായി സത്യമാണ് എന്ന അർത്ഥത്തിലാണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് മലയാള ഭാഷയിൽ പോലും പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ്. ആ പ്രയോഗം പോലും അറിയാത്തൊരുത്തനാണ് ഖുർആനെ നിരൂപണ വിധേയമാക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ലഖദ് ജാഅക്കൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നിൻ്റെ നാഥനിൽ നിന്ന് നിനക്ക് യഥാർത്ഥ സത്യം വന്നു കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നീ മുംതറുകളിൽ, മുംതർ എന്ന് പറഞ്ഞാൽ ഇംതിറാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കിക്കാന്നാണ്. അപ്പോൾ താർക്കികന്മാരിൽ പെട്ടുപോകരുത്. അതായത് ഇവരോട് തർക്കിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല, അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല എന്നാണ് തുടർന്ന് പറയുന്നത്. ഇതിനെയാണ് ദൂതന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു എന്ന് ജബ്ബാർ തട്ടി വീഴണത്. എന്നിട്ട് നിഷേധികളുമായി ഒരാത്മബന്ധവും ആത്മബന്ധവും ഇല്ലെന്ന് പറഞ്ഞതിന് ശേഷം എത്യോപ്യയിലെ ക്രിസ്ത്യാനിയായ രാജാവ് മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് രണ്ടാമത്തത്. ഇതും ശുദ്ധ അസംബന്ധമാണ് ജബ്ബാർ പറഞ്ഞത്. എത്യോപ്യ എന്ന് പറയുന്ന അബിഷീനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനയിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതെന്തായിരുന്നു? നിങ്ങൾ എത്യോപ്യയിലേക്ക് പോവുക, അവിടെ നീതിമാനായിട്ടുള്ളൊരു ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ നിങ്ങൾ മർദ്ദിക്കപ്പെടുകയില്ല, നിങ്ങളോട് ദ്രോഹം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എത്യോപ്യയിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചിട്ടുള്ള ഈ പൊതുവിശ്വാസികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഏതെങ്കിലും വിധത്തിൽ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് രണ്ടാളുകളെ ഖുറൈശികൾ അങ്ങോട്ട് അയച്ചിരുന്നത്. അവർ രണ്ടുപേരും എത്യോപ്യൻ രാജാവ് നേഗസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ സംഗതിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നേഗസ് ചെയ്തതെന്താണ്? നേഗസ് ഞങ്ങളവരെ പിടിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അവരാൾ നാട്ടിപ്പായിക്കല്ല ചെയ്തിട്ടുള്ളത്. നേഗസ് അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് വസ്തുതയെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ മകൻ ജാഫർ, അദ്ദേഹമാണ് ഈ സംഗതികൾ നേഗസ് രാജാവിന് വിവരിച്ചു കൊടുത്തത്. തങ്ങൾ ആരാണെന്നും എന്താണ് തങ്ങൾ ഇവിടെ വരാൻ കാരണമെന്നും ഈ വന്നിട്ടുള്ള ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നിട്ടുള്ള ഈ ആളുകൾ ആരാണെന്നും ഇവർ ഞങ്ങളോട് ചെയ്തിട്ടുള്ള ദ്രോഹം എന്തൊക്കെയാണെന്നും യഥാർത്ഥത്തിൽ തങ്ങൾ അംഗീകരിക്കുന്ന ആദർശവും വിശ്വാസവും പുതിയ ജീവിതരീതിയും എന്താണെന്നുമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നേഗസ് പറഞ്ഞതെന്താണ്? നേഗസ് ഇവരെ കൊണ്ടുപോകാൻ തിരിച്ചയക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ വേണ്ടി വന്ന രണ്ടാളുകളെയും നേഗസ് അവിടെ നാട്ടിപ്പായിക്ക ചെയ്തത്. നാട്ടിപ്പായിക്കാരൻ അവരോട് പറഞ്ഞു, എൻ്റെ അടുത്ത് അഭയം തേടിയിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും ഞാൻ വിട്ടുതരില്ല, നിങ്ങളെനിക്ക് കൊണ്ടുവന്ന് സമ്മാനിച്ചിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ഇതാ തിരിച്ചെടുത്തു കൊള്ളുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞയച്ചു. മാത്രവുമല്ല, നേഗസ് ഇവരോട് ജാഫറിനോട് ചോദിച്ചത്, നിങ്ങൾ ഈസാ നബിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയമിനെ സംബന്ധിച്ചും എന്ത് പറയുന്നു എന്നാണ്. അതിന് അദ്ദേഹം മറുപടി കൊടുത്തത് എന്തായിരുന്നു? സൂറത്ത് മറിയം ഓതി കേൾപ്പിക്കുകയാണ്. അത് കേട്ട നേഗസിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. എന്ന് മാത്രമല്ല, ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയതിൻ്റെ ശേഷമാണ്, അതായത് ഖൈബർ യുദ്ധത്തിൻ്റെ ഹിജറയുടെ 6ാമത്തെ കൊല്ലം ഖൈബർ യുദ്ധത്തിൻ്റെ വേളയിലാണ് അവർ തിരിച്ചു വരുന്നത്. അവരോടൊപ്പം നേഗസ് രാജാവ് ദൂതനെ കൂടി അയച്ചിരുന്നു. തൻ്റെ വിശ്വാസം എന്താണെന്നും താൻ ആരാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബിയുടെ അനുചരന്മാരായി തൻ്റെ അടുത്ത് അഭയം തേടിയിട്ടുള്ള ആളുകളെയും താൻ എത്രമാത്രം ആദരിച്ചിട്ടുണ്ടെന്നൊക്കെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. എന്ന് മാത്രമല്ല, ഈ നേഗസ് രാജാവാണ് അബൂ സുഫിയാൻ്റെ
മകൾ ഹഫ്സയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. നബി തന്നെ നിർദ്ദേശമനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കത്ത് കൂടി കൊടുത്തയച്ചു, താൻ ഇസ്ലാം സ്വീകരിച്ച കാര്യം പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. ജബ്ബാറിന് ചരിത്രവും സ്വീകാര്യമല്ല. അതും തൻ്റെ യുക്തിവാദത്തിന് വിരുദ്ധമാണെങ്കിൽ പിന്നെ ജബ്ബാറിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ അദ്ദേഹത്തിനൊരു വിശ്വാസമില്ലായിരുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം അംഗീകരിച്ച ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം മറ്റൊരു രാജ്യത്ത് താമസിച്ചതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രായോഗിക രൂപങ്ങൾ അദ്ദേഹത്തിന് അറിയിക്കാൻ നബിയുടെ കയ്യിൽ എപ്പോഴും അപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങൾ അറിയിക്കാൻ നബിയുടെ കയ്യിൽ മാർഗമില്ലാത്തത് കൊണ്ട് കൂടുതൽ അദ്ദേഹം ഖുർആനികമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു എന്ന് അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ്, അത് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത്. പിന്നെ നിഷേധികളുമായിട്ട് ആത്മബന്ധം പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. അത് ശരിയാണ്. ജബ്ബാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ജബ്ബാറിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ, ജബ്ബാറിൻ്റെ ഭാഷയിൽ അവർ നിഷേധികളായിരുന്നു. ഇവിടെ നിഷേധി എന്ന് പറയുമ്പോൾ ഏതൊരാശയത്തിന് വിരുദ്ധമായിട്ടാണോ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ഇവിടെ നിഷേധി എന്ന് പറയുന്നത്. ഈ ആളുകളുമായിട്ട് ജബ്ബാറിന് ആത്മബന്ധം ഉണ്ടാവുമോ? അതും വേണമെന്ന് അറിയാം. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. ലോകത്ത് ഏതൊരു പ്രസ്ഥാനവും അതിൻ്റെ ആളുകൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണത്. നിങ്ങളുടെ ശത്രുക്കളുമായി നിങ്ങൾക്ക് ആത്മബന്ധം പാടില്ല. എന്നാൽ ഇസ്ലാം ആത്മബന്ധം പാടില്ല എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കൂടി ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് എന്നത് ജബ്ബാർ കാണാത്തത് കൊണ്ടല്ല, കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കാരണം ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനെയും ഇസ്ലാമിനെ അപമതിക്കാനുള്ളതാണ് ജബ്ബാറിൻ്റെ ജീവിത വ്രതം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ തകർക്കാനുള്ളതാണല്ലോ അദ്ദേഹത്തിന് ആകെ ജീവിത ലക്ഷ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അദ്ദേഹം പറയണത്, വേദക്കാരിൽ നല്ലവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് സ്ഥിരതയില്ല. സ്ഥിരത ഇല്ലാത്ത ഒരാളെ പരസ്പര വിരുദ്ധ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് അനുസരിക്കുക? വേദക്കാരിൽ നല്ലവരുണ്ട് എന്നുള്ളത് ഖുർആൻ പറയുന്ന സംഗതിയാണ്. ഖുർആൻ ഒരു വിഭാഗത്തെയും അടച്ചാക്ഷേപിക്കുന്ന രീതി ഖുർആനില്ല. ഖുർആൻ ഏതൊരു വിഭാഗത്തെയും നിരൂപണം നടത്തുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ നന്മകൾ എടുത്തു പറയും, തിന്മകൾ ചൂണ്ടിക്കാണിക്കും. ആ തിന്മകൾ വർജിക്കാനും അവരുടെ നന്മകൾ ഉൾക്കൊള്ളാനുമാണ്, ആ നന്മയുടെ കാര്യത്തിൽ അവരുമായിട്ട് സഹകരിക്കാനുമാണ് ഖുർആൻ പറയാറുള്ളത്. അതേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വേദക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത നിഷേധികളായിട്ട് കഴിഞ്ഞു കൂടുന്ന വേദക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. ജബ്ബാറിന് തെളിയിക്കാനും കഴിയില്ല. ജബ്ബാർ കള്ളം പറയുകയാണ്. ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ജബ്ബാറിനാണോ സ്ഥിരതയില്ലാത്തത് അള്ളാഹ്ക്കാണോ എന്ന് ചോദിച്ചാൽ സാമാന്യ ബുദ്ധിക്ക് ബോധ്യമാവുന്ന, വിവേകശാലികൾക്ക് ബോധ്യമാവുന്നൊരു സംഗതി ഇങ്ങനെ കള്ളം പറയുന്ന ജബ്ബാറിനാണ് ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഗതികൾ പറയുന്നത് സ്ഥിരതയില്ലാത്തതെന്ന് എല്ലാവർക്കും ബോധ്യമാവും. അപ്പോൾ സ്ഥിരതയില്ലാത്തവനാണല്ലോ മറ്റവനെ പറ്റി സ്ഥിരതയില്ല എന്ന് പറയാറ്. ആ ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാറിനുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തീർത്തും സത്യവിരുദ്ധമായിട്ടുള്ള പൊളിയായിട്ടുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇസ്ലാമിനെ അവമതിക്കുക എന്നുള്ളതാണ് ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജബ്ബാറിൻ്റേതായിട്ടുള്ള ഈ കള്ളങ്ങൾ പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് സാധ്യമാവുള്ളൂ എന്നതുകൊണ്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് മുമ്പോട്ട് പോണത് എന്നതാണ് വസ്തുത. അല്ലാതെ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ഈ അഭിപ്രായങ്ങളിൽ
വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവും അവയ്ക്കില്ല എന്നതാണ് സത്യം.